KTU 2019 സ്കീം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ S5-ലെ ADC എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 2-ൻ്റെ തിയറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ആദ്യമേ പറയാൻ പോകുന്നത് റാൻഡം പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ റാൻഡം പ്രോസസ്സും റാൻഡം വാരിയബിൾസും ഒക്കെ എന്താണെന്ന് പറഞ്ഞിരുന്നു, അത് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന് ജസ്റ്റ് കമ്പാരിസൺസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ റാൻഡം വാരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് പ്രഡിക്റ്റ് പറ്റാത്ത ആൾക്കാരാണ് നമ്മൾ റാൻഡം വാരിയബിൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം, അതാണ് റാൻഡം വാരിയബിൾസ്. ആ ടോസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് റാൻഡം പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ കമ്പാരിസൺസ് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി ഈ റാൻഡം പ്രോസസ്സ് തന്നെ നമുക്ക് 4 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്സ്, ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സ്, കണ്ടിന്യൂസ് റാൻഡം സീക്വൻസ് ആൻഡ് ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ്. സൈഡിലേക്ക് നമ്മളതിൻ്റെ ഫിഗേഴ്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഫിഗേഴ്സ് വെച്ചിട്ട് 4 എണ്ണം എന്താണെന്ന് നോക്കാം. X of t എന്ന് പറഞ്ഞാൽ സിഗ്നലും T എന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് വണ്ണിൽ സൈൻ വേവ് ആണ് വരണമെങ്കിൽ X of t എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. ഡാർക്കായിട്ടാണ് വരച്ചിട്ടുണ്ടെങ്കിൽ T എന്തായിരിക്കും കണ്ടിന്യൂസ്. സ്ക്വയർ വേവ് ആണ് വരുന്നതെങ്കിൽ X of t ഡിസ്ക്രീറ്റും, ഡോട്ടഡ് ലൈനാണ് വരുന്നതെങ്കിൽ T ഡിസ്ക്രീറ്റ് ആയിരിക്കും. അത്ര ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വണ്ണ് കണ്ടോ, സൈൻ വേവും ആണ് ഡാർക്ക് ലൈനും ആണ്. അപ്പോൾ X of tയും Tയും കണ്ടിന്യൂസ് ആണ്. അതിനാണ് നമ്മൾ കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വേവ് നോക്കിയേ, സ്ക്വയർ വേവ് അല്ലേ, അപ്പോൾ X of t ഡിസ്ക്രീറ്റ്. പക്ഷെ നമ്മളത് ഡാർക്കായിട്ടല്ലേ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ T എന്തായിരിക്കും കണ്ടിന്യൂസ്. അതിനാണ് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ഉണ്ടോ, സൈൻ വേവ് അല്ല വരച്ചിട്ടുള്ളത്, അപ്പോൾ X of t ഓൾവേസ് എന്തായിരിക്കും കണ്ടിന്യൂസ്. പക്ഷെ നമ്മൾ കണ്ടോ ഡോട്ടഡ് ആയിട്ട്, അതാണ് ഡിസ്ക്രീറ്റ്. അപ്പോൾ ടൈം എന്താണ് ഡിസ്ക്രീറ്റ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് റാൻഡം സീക്വൻസ് എന്നാണ് പറയുന്നത്. ഇനി ഫോർത്ത് വണ്ണിൽ സ്ക്വയർ വേവും ആണ് ഡോട്ടഡ് ആണ്, അതായത് X of tയും Tയും ഡിസ്ക്രീറ്റ് ആണ്, അതാണ് ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എവല്യൂഷണറി പ്രോസസ്സാണ് പറയുന്നത് കേട്ടോ. എവല്യൂഷണറി പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈമിനനുസരിച്ച് ചേഞ്ച് വരുന്ന ആൾക്കാർ നമ്മൾ പറയുന്ന പേരാണ് എവല്യൂഷണറി പ്രോസസ്സ്. അപ്പോൾ സ്റ്റേഷനറി പ്രോസസ്സ് എന്താ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിരുന്നു, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത്, എവല്യൂഷണറി പ്രോസസ്സ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന ആളാണ് എർഗോഡിക് പ്രോസസ്സ്. എർഗോഡിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ടൈം ആവറേജും എൻസെമ്പിൾ ആവറേജും ഈക്വൽ ആവുന്ന കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് എർഗോഡിക് പ്രോസസ്സ്. ഓക്കെ, അതായത് ടൈം ആവറേജ് എന്ന് പറഞ്ഞാൽ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസും എൻസെമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫംഗ്ഷൻസ്, അത് രണ്ടും ഈക്വൽ വരികയാണെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് എർഗോഡിക് പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസും അതിൻ്റെ തന്നെ ഓട്ടോ കോറിലേഷൻ ഇക്വേഷനാണ് അവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അടുത്തത് ക്രോസ് സ്പെക്ട്രൽ ഡെൻസിറ്റി. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ക്രോസ് കോറിലേഷൻ നമ്മൾ പറയുന്ന പേരാണ് ക്രോസ് സ്പെക്ട്രൽ ഡെൻസിറ്റി. ഈ ക്രോസ് കോറിലേഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോമിനാണ് എന്ത് പറയുന്നത്, ക്രോസ് സ്പെക്ട്രൽ ഡെൻസിറ്റി. അപ്പോൾ കണ്ടോ R of xy ആണല്ലോ നമ്മുടെ ക്രോസ് കോറിലേഷൻ്റെ ഇക്വേഷൻ. അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഒരു e⁻⁻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആളാണ് ക്രോസ് സ്പെക്ട്രൽ ഡെൻസിറ്റി. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ പ്രോപ്പർട്ടി നോക്കിയ ഫസ്റ്റ് വൺ, X of t Y of t എന്ന് പറയുന്നത് ഓർത്തോഗണൽ സിഗ്നൽസ് ആണെങ്കിൽ അതിൻ്റെ ക്രോസ് സ്പെക്ട്രൽ ഡെൻസിറ്റി S of xyയും X of yxും എന്തായിരിക്കും, സീറോസ് ആയിരിക്കും. ദെൻ X of t Y of t എന്ന് പറയുന്നത് അൺകോറിലേറ്റഡ് ആണെങ്കിൽ അവരുടെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റീസ് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ദെൻ X of t Y of t രണ്ട് റാൻഡം പ്രോസസ്സ്, അതും വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സുകളാണെങ്കിൽ S of xy ഈക്വൽ ടു S of yx of മൈനസ് ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻട്രോപ്പി ഓഫ് ഗോഷ്യൻ റാൻഡം വാരിയബിളാണ്. അതിൽ X എന്ന് പറയുന്ന ആളാണ് നമ്മുടെ റാൻഡം വാരിയബിൾ, വിച്ച് ഈസ് ഈക്വൽ ടു എഴുതിയിട്ടുണ്ട് X അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു n ഇൻറ്റു മ്യൂ സിഗ്മ സ്ക്വയർ. അതിൽ മ്യൂ എന്ന് പറഞ്ഞാൽ മീനും സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വാരിയൻസ് ആണ് കേട്ടോ. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഡെറിവേഷൻ എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ അതിൽ എൻട്രോപ്പിയാണ് H of x, അതിൻ്റെ ഇക്വേഷനാണ് എഴുതിയിട്ടുള്ളത്. മൈനസ് ഇൻ്റഗ്രൽ P of x log P of x dx. ജനറൽ ഇക്വേഷനാണ് നമ്മൾ പഠിച്ചു വയ്ക്കണം. അതിലേക്ക് നമ്മൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് എൻട്രോപ്പിയിൽ എഴുതുമ്പോൾ മൈനസ് E log n മ്യൂ സിഗ്മ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. അതിൽ നമ്മൾ n മ്യൂ സിഗ്മ സ്ക്വയർ എന്ന് പറയാനുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻസ് ആണ്, ബൈ ഹാർട്ട് പഠിക്കുക. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് എൻട്രോപ്പിയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് മീൻ, മ്യൂ ആൻഡ് വാരിയൻസ് സിഗ്മ സ്ക്വയർ കേട്ടോ. അടുത്തത് മ്യൂച്വൽ ഇൻഫോർമേഷൻ. മ്യൂച്വൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേര് കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഡാറ്റയാണ് നമ്മൾ എന്താ പറയുക, മ്യൂച്വൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അതാണ് I of x, y ഈക്വൽ ടു H of x മൈനസ് H of x by y. അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. മ്യൂച്വൽ ഇൻഫോർമേഷൻ പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, സിമ്മട്രിക് ആയിരിക്കും. എഗെയിൻ ഓൾവേസ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. പിന്നെ കപ്പാസിറ്റി ഓഫ് ചാനൽ ഈക്വൽ ടു മാക്സിമം ഓഫ് I of x y. അതാണ് എൻ്റെ മ്യൂച്വൽ ഇൻഫോർമേഷൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ മ്യൂച്വൽ ഇൻഫോർമേഷൻ വിത്ത് പ്രോപ്പർട്ടീസ് എപ്പോഴും 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് കേട്ടോ. അടുത്ത ഡിഫറൻഷ്യൽ എൻട്രോപ്പി H of x. ഡിഫറൻഷ്യൽ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ X എന്ന് പറയുന്ന ആൾ എത്രത്തോളം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ എൻട്രോപ്പിയാണ് H of x. ആൻഡ് കണ്ടീഷണൽ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ H of x by y or H of y by x.
ഫസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് വൈ അയച്ചതിൽ എക്സ് എത്ര ഡാറ്റ റിസീവ് ചെയ്തു, അതാണ് എച്ച് ഓഫ് എക്സ് ബൈ വൈ. സെക്കൻഡ് വൺ എക്സ് ട്രാൻസ്മിറ്റ് ചെയ്തതിൽ വൈ എത്ര റിസീവ് ചെയ്തു, അതിനാണ് നമ്മൾ കണ്ടീഷണൽ എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് പ്ലോട്ട് പഠിച്ചു വയ്ക്കണം. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ 3 മാർക്കിന് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ ഡിഫറൻഷ്യൽ എൻട്രോപ്പിയുടെ പ്രോബ്ലം ഓൾറെഡി നമ്മൾ ഇവിടെ ചെയ്തിരുന്നു, ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തതാണ് കേട്ടോ. അടുത്ത വീനർ ഇഞ്ചിഞ്ചി തിയറം. ഇതിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എ ട്രങ്കേറ്റഡ് റാൻഡം പ്രോസസ്സ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ താഴെ എഴുതിയിട്ടുള്ളത്. അത് പഠിച്ചു വെക്കണം. ഇതാണ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എസ് ഓഫ് എക്സ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2 ടി ഇ ഓഫ് എക്സ് ടി ഓഫ് ഒമേഗ ഓൾ സ്ക്വയർ ആയിരിക്കും കേട്ടോ. അത് ഇക്വേഷൻ തിയറായിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ വരും. 3 മാർക്കിന് പഠിച്ചു വയ്ക്കും.